ഫോൺ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഫോണിൽ ഏത് ഫോൺ വിൽക്കുന്നു എന്നുള്ളിടത്തല്ല, 3000 രൂപ തൊട്ട് 30,000 രൂപയ്ക്ക് വരെയാണ് ഇവിടുത്തെ മിക്ക ഫോണുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ആണോ? ആർക്ക് വിൽക്കുന്നു, എങ്ങനെ വിൽക്കുന്നു, എപ്പോൾ വിൽക്കുന്നു? ഇപ്പം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ, എന്ത് ഇൻഡസ്ട്രിയിലും ആയിക്കോട്ടെ, there are people who always buy premium. ഏത് ഇൻഡസ്ട്രിയിലും പ്രീമിയം മാത്രം മേടിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. നമ്മുടെ സൊസൈറ്റിയെ 4 കാറ്റഗറൈസ് ചെയ്യാം. 80-20 റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 80% ഓഫ് അവർ കസ്റ്റമേഴ്സ്, അതിൽ 50% ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ പുവർ കസ്റ്റമേഴ്സ്. 30% ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ മിഡിൽ ക്ലാസ്. ആരാണ്? മിഡിൽ ക്ലാസ്. ഇനിയുള്ളത് 20%. 20%ൻ്റെ അകത്ത് 16% കസ്റ്റമേഴ്സ്, 16% ആർ പ്രീമിയം ആൻഡ് 4% ആർ അൾട്രാ പ്രീമിയം ഇൻ എനി ഇൻഡസ്ട്രി. ഈ 20%ൻ്റെ അകത്ത് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഇവരെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം? ഇവരെ എങ്ങനെ കണ്ടെത്താം? അവിടെയാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റും എക്സ്ട്രാ പ്രോഫിറ്റും ഇരിക്കുന്നത്. എൻ്റെ പ്രശ്നം ഇത്രയും നന്നായിട്ട് അയാൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ മരുന്നുണ്ട്. വെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ യുവർ പ്രോസ്പെക്ട്സ് പ്രോബ്ലം ബെറ്റർ ദാൻ ദം, ദേ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യു. അവൻ്റെ പ്രശ്നം അവനേക്കാൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാൻ എങ്ങനെ ഇന്ന് വൈകുന്നേരം 100 സെയിൽ എടുക്കുമെന്ന് പറഞ്ഞ് ഈ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെക്കാൾ നന്നായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ വന്നപ്പോഴത്തെ ഇതൊക്കെ ഒന്ന് മാറി മൂടൽ മാറി തുടങ്ങി. ഈ പ്രശ്നം അറിയുമ്പോൾ മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ഈ ക്ലയൻറ്റിനെ ഡീപ്പ് അറിയുമ്പോൾ അവൻ്റെ യഥാർത്ഥ പ്രശ്നം, അവൻ ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ താടിക്ക് കൈവെക്കും. കാരണം എന്താണെന്നറിയോ? ഓൾറെഡി ഈ സൊല്യൂഷൻ വെയർ ഹൗസിൽ കിടപ്പുണ്ട്. മാസങ്ങളായിട്ട് ഇത് കച്ചവടം നടക്കുന്നില്ലെന്നും പറഞ്ഞ് നമ്മുടെ സെയിൽസ് ടീം അവിടെ കൂട്ടിയിട്ടേക്കുക ഈ സൊല്യൂഷൻ. ഇതാ അവന് വേണ്ടേ. പെട്ടെന്നില്ല SI പിടിച്ചുകൊണ്ട് പോയി 2 അടി തന്നു കൂട്ടായി പോകും നമ്മളെ. എന്തുവാ വേണ്ടേ? ഇപ്പം ഞാൻ 2-3 കോഴ്സുകൾ ചേർത്താ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ? നൗ ഐ നോ വാട്ട് യു നീഡ്. എൻ്റെ പ്രശ്നം ഇത്രയും നന്നായിട്ട് അറിയാവുന്നതിൻ്റെ കയ്യിൽ ഉറപ്പായിട്ടും അതിനുള്ള മരുന്നുണ്ട്. എനിക്കിപ്പോൾ എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എന്നെക്കുറിച്ച് ഡീപ്പായിട്ട് എനിക്കറിയാം. പക്ഷേ എൻ്റെ ശത്രുവിനെ എനിക്ക് അറിയത്തില്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ വിജയിക്കും. അതുകൊണ്ടാണ് ഇവിടെ ചില ബിസിനസ്സുകാർക്ക് ചില മാസം നല്ല സെയിൽ, അടുത്ത മാസം ഇല്ല, പിന്നൊരു 3 മാസത്തേക്കില്ല, പിന്നുണ്ട്. വൈ? യു നോ യു ബട്ട് നോട്ട് യുവർ എനിമി, കോമ്പറ്റീറ്റർ, യുവർ മാർക്കറ്റ്. ഇഫ് യു ഡോണ്ട് യു, നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ കോമ്പറ്റീറ്ററെ അറിയില്ലെങ്കിൽ എല്ലാ മാസവും പരാജയമായിരിക്കും. അപ്പോൾ ഒരു മാസവും കയറാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ എനിമിയെയും അറിയില്ല. ദാറ്റ്സ് വൈ യു ലൂസ് ഓൾ യുവർ ബാറ്റിൽ. സോ ഇഫ് യു ഡോണ്ട് നോ യുവർ സ്കിൽ, നിങ്ങൾ തോക്കും. ഇഫ് യു ഡോണ്ട് നോ യുവർ വീക്ക്നെസ്, നിങ്ങൾ തോക്കും. ഇഫ് യു ഡോണ്ട് നോ യുവർ കോമ്പറ്റീറ്റർ, നിങ്ങൾ തോക്കും. ഇഫ് യു ഡോണ്ട് നോ യുവർ മാർക്കറ്റ്, നിങ്ങൾ തോക്കും. ഇഫ് യു ഡോണ്ട് നോ യുവർ അവതാർ, നിങ്ങൾ തോൽക്കും എല്ലാ കളികളും. ഇതുകൊണ്ടാണ് ചില ആളുകൾ ഭയങ്കരമായിട്ട് വിജയിക്കുന്നു, ചിലർ സ്റ്റിൽ സ്ട്രഗിളിങ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. അവർക്ക് എന്തറിയാം? അവരെ കൂടാതെ നിങ്ങളെക്കുറിച്ചും അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കാൾ മികച്ച ബിസിനസ്സുകാരായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. യു നോ സംതിങ്? ഐ നോ മൈ കോമ്പറ്റീറ്റേഴ്സ്. എനിക്ക് എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ നന്നായിട്ട് അറിയാം. അവരുടെ സ്ട്രെങ്തും അവരുടെ വീക്ക്നെസ്സും എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തോപ്പിക്കണോ? ജസ്റ്റ് ലേൺ മോർ അബൌട്ട് മീ. എന്നെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതി. ആർക്കും എന്നെ തോപ്പിക്കാം. ഞാൻ എങ്ങനെ ഇവരെയൊക്കെ തോപ്പിച്ചേ? അവരെക്കുറിച്ച് ഞാൻ പഠിച്ചു. സോ ഐ നോ ദെയർ സ്ട്രെങ്ത്, ഐ നോ ദെയർ വീക്ക്നെസ് ബെറ്റർ ദാൻ ദം. യു നീഡ് എ മെൻറ്റർ, യു നീഡ് എ കോച്ച്. എഴുതിക്കൂ. ആരാണ് മെൻറ്റർ, ആരാണ് കോച്ച്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഐ എം എ മെൻറ്റർ. ഞാൻ നിങ്ങളോടൊപ്പം കളിക്കുന്ന ആളാണ്.
ഞാൻ ബിസിനസ് എൻ്റെത് ചെയ്യുന്നുണ്ട്, എൻ്റെ ബിസിനസ് ഞാൻ വളർത്തുന്നുണ്ട്, ഞാനും കാശുണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഇതെല്ലാം എൻ്റെ ബിസിനസ്സിൽ ഞാൻ നടപ്പാക്കി സക്സസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഏത് ആംഗിളിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പോലും അറിയാതെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ തലയിൽ ഇതെങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഞാനിവിടെ പറയുന്നുണ്ടാവും. ബിക്കോസ് ഐ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ഇൻ മൈ ബിസിനസ്. സോ ഇയാളെ വിളിക്കുന്ന പേരാണ് കോച്ച്. കൂടെ കളിക്കുന്ന ആളാണ് കോച്ച്. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അവർ നമ്മൾക്ക് അവർ അറിവ് പകർന്നു തരാൻ കാത്തിരിക്കുക. നിങ്ങൾ ചോദിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ഫൈൻഡ് എ മെന്റർ ടുഡേ. ഇന്ന് കണ്ടെത്തണം. നിങ്ങൾക്ക് തോന്നും അയ്യോ ഞാൻ ചോദിച്ചാൽ ഒരു വാക്ക് കിട്ടിയാലോ ഒരു ജീവിതം. അയാളുടെ എക്സ്പീരിയൻസ് മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് ഇട്ടുതരും അയാൾ. സ്റ്റിൽ ഐ ഹാവ് മെനി മെൻറ്റേഴ്സ്. ഈ പഠിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ഇത് കോച്ച്, മറ്റേതാണ് മെൻറ്റർ. യു നീഡ് എ മെൻറ്റർ ഇൻ യുവർ ബിസിനസ്. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് ഡോണ്ട് നോ ഹൗ ടു പ്ലേ ബിസിനസ്. ഈ ബിസിനസ് എന്ന കളി കളിക്കാൻ പല ബിസിനസ്സുകാർക്കും അറിയില്ല. പക്ഷേ ഭാര്യയുടെയും മക്കളുടെയും നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ബിസിനസ്സുകാരുടെ മീറ്റിംഗ് ഉണ്ട്. എന്തോ മീറ്റിംഗ്? ചങ്കിൽ കൈവച്ചൊന്ന് ചോദിക്കണം, ഒരു ദിവസം എന്തോ പണിയെടുക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കൈവച്ചിട്ടൊന്ന് സ്വയം ചോദിച്ചു നോക്കണം. അപ്പോൾ അറിയാം. മോസ്റ്റ് ഓഫ് യു ആർ പ്രിറ്റൻഡിങ് ടു പ്ലേ. നിങ്ങൾ കളിക്കുന്നതായിട്ട് അഭിനയിക്കുക. നിങ്ങൾ ചുമ്മാതെ പറ്റിക്കുക. ആരെയാ പറ്റിക്കുന്നത്? എൻ്റെ ചോദ്യം ഇതിനൊരു ഉത്തരം തന്നിട്ടിരുന്നു. ഇന്ന് ഈ നിമിഷം നീ ഇല്ലാണ്ടായാൽ നിന്റെ ഭാര്യയും മക്കളും വേണ്ടപ്പെട്ടവരും ആരുടെയും മുന്നിൽ പോയി കൈ നീട്ടാതെ ഈ ജന്മം ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അതല്ല, ഈ നിമിഷം നീ ഇല്ലാണ്ടായാൽ നാളെ രാവിലെ അവരുടെ കൊങ്ങയ്ക്ക് പിടിക്കാൻ നീ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. തരാനുള്ളവരാരും തിരക്കി വരത്തില്ല, കൊടുക്കാനുള്ളവരെല്ലാം പിറ്റേന്ന് രാവിലെ വരും. മരിപ്പിനും വരും. എന്തിനാണെന്നറിയോ? ആരോട് ഈ പൈസ ചോദിക്കണമെന്ന് കണ്ടെത്തി വെക്കാൻ വേണ്ടി, അവിടുത്തെ കാര്യക്കാരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. നിന്റെ മരണത്തിന് അവൻ വരും. നിങ്ങൾക്ക് ഒരു സാധനം പഠിക്കാൻ 25 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ യു ബിക്കം ഫ്ലുവൻറ്റ് ഇൻ ദാറ്റ്. ഫ്ലുവൻസി നിങ്ങൾക്ക് കിട്ടും. ഫ്ലുവൻസി ഇപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് ആണെന്നിരിക്കട്ടെ, 25 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആരാവും? ഫ്ലുവൻസി കിട്ടും. 100 മണിക്കൂർ നിങ്ങൾ ആ സാധനം പഠിച്ചാൽ, ബിസിനസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ക്ലോസിംഗ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, പഠിച്ചാൽ യു ബിക്കം ലിറ്ററേറ്റ്, സാക്ഷരതയുള്ളവരാവും. 10,000 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ യു ബിക്കം മാസ്റ്റേഴ്സ്. എന്താ ഇവരുടെ പ്രത്യേകത? മാസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ? ബിക്കോസ് ദേ ആർ പ്രാക്ടീസ് 10,000 hours. എങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? സോ ഇൻ ബിസിനസ് നിങ്ങൾക്ക് 10,000 മണിക്കൂറൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. വേറൊരു മാർഗമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. ഇതിന് വേറൊരു മാർഗമുണ്ട് ടു ബിക്കം എ മാസ്റ്റർ. എന്താണെന്നറിയോ? 500 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി, യു ക്യാൻ ബിക്കം എ മാസ്റ്റർ. എന്തോ പഠിക്കാൻ പോയാൽ 10,000 മണിക്കൂർ പഠിക്കണം. പഠിപ്പിക്കുകയാണെങ്കിൽ 500 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി, യു വിൽ ബിക്കം എ മാസ്റ്റർ. ഫോർ ദാറ്റ് യു നീഡ് ടു പ്രാക്ടീസ്. വെറും പ്രാക്ടീസ് അല്ല, യു ഹാവ് ടു ഓവർ പ്രാക്ടീസ്. എഴുതിക്കേ, ഓവർ പ്രാക്ടീസ്. ഒരു ബിസിനസിൻ്റെ സക്സസ് തീരുമാനിക്കുന്നത് എന്താ? ഇറ്റ്സ് നോട്ട് യുവർ ബ്രാൻഡ് നെയിം അല്ല. ഇറ്റ്സ് നോട്ട് യുവർ ലോഗോ, ഇറ്റ്സ് നോട്ട് യുവർ വെബ്സൈറ്റ്, ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് പ്ലാൻ, ഇറ്റ്സ് നോട്ട് യുവർ എഡ്യൂക്കേഷൻ, ഇറ്റ്സ് നോട്ട് യുവർ ഫോർമൽ ലുക്ക്, ഇറ്റ്സ് നോട്ട് യുവർ വീഡിയോ. നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ, എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നോ, നിങ്ങളുടെ പാർട്ട്ണറുടെ സ്ട്രെങ്തോ, ഇതൊന്നുമല്ല ഒരു ബിസിനസ്സിൻ്റെ സക്സസ്. പിന്നെന്താണ്? ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? കോമ്പറ്റീറ്റേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റുമോ? നോ. കാരണം ലോകത്തെ നമ്മളെ കോമ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കമ്പനികളുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ ടാലൻസിനെ വെച്ചിട്ടാണ് അവർ കമ്പനി റൺ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച എൻജിനീയേഴ്സിനെ ഹയർ ചെയ്ത്, ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ ഹയർ ചെയ്ത് അവനെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത്. അവൻ്റെ പണിയെടുപ്പിനെ കൊണ്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട്? നെവർ.
സോ ഹാർഡ് വർക്ക് അല്ല ബിസിനസ് സക്സസ്. ക്യാപിറ്റലാണോ? ക്യാപിറ്റൽ നോ 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 നോ. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് മണി വിത്തൗട്ട് മണി, കാശില്ലാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് മണി വിത്തൗട്ട് മണി, യു കനോട്ട് മേക്ക് മണി വിത്ത് മണി. കാശില്ലാത്ത സമയത്ത് എങ്ങനെ കാശുണ്ടാക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ കാശുള്ള സമയത്ത് നിനക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് മണി വിത്തൗട്ട് മണി, യു കനോട്ട് മേക്ക് മണി വിത്ത് മണി.